ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ചാണ് പറയുന്നത്. ഇളങ്കോവടികളുടെ ചിലപ്പതികാരമാണ് അതിന് ആധാരം. കണ്ണകിയുടെ ഒരു തദ്ഭാവമാണ് ആറ്റുകാലം. കണ്ണകി ദേവി ഇവിടെ വന്നിട്ട് കൊടുങ്ങല്ലൂർ പോകുന്ന സഞ്ചാരമുണ്ട്. അതിൻ്റെ തിരുവനന്തപുരത്ത് വന്ന് അവിടെ തങ്ങി അവിടെ നിന്ന് കൊടുങ്ങല്ലൂർ പോയി അവിടെയാണ് ഭദ്രകാളി അവരുടെ യാത്ര അവസാനിപ്പിക്കുന്നത്. കൊടുങ്ങല്ലൂരാണ്. അങ്ങനെ ആറ്റുകാലം ഇവിടെ തങ്ങി എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ദേവി എന്ന് പറഞ്ഞാൽ 12 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളെയാണ്. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഗൗരി നാരായണി നമസ്തുത എന്നാണ്. ഗൗരി എന്ന് പറഞ്ഞപ്പോൾ 10 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടിയാണ്. മൂലോട്ട് കാരണവരെന്ന് പറയുന്ന പഴയ നായർ തറവാട്ടിൽ ഒരു തറവാടിയായിട്ടുള്ള ആൾ കുളിക്കാൻ പിള്ളയായിട്ട് പോയപ്പോൾ എതിർവശത്ത് ഒരു കുട്ടി കാണുകയും അദ്ദേഹം ആ കുട്ടിയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോവുകയും അങ്ങനെ ആ കുട്ടി ദിവ്യ സ്വരൂപമുള്ള കുട്ടിയാണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം അവിടെ കൊണ്ടുപോയി അന്ന് മറ്റേ പടിപ്പരയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഇത് കാണും. ഏത് സാധാരണ ഒരു ചെറിയ ഒരു ഉടമ്പറ എന്ന് പറയും, അതിൽ നെല്ലൊക്കെ ഇടാം. അങ്ങനെയുള്ളതിൽ വെച്ചിട്ട് അദ്ദേഹം കരുക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്തത്. പൊങ്കാല എന്ന് പറഞ്ഞ അന്നമാണ് മനുഷ്യൻ്റെ എനർജി. അപ്പോൾ അന്നം ശരിക്കും നെല്ലരിയാണ്. നെല്ലരി പച്ച നെല്ല് കുത്തുക എന്ന് പറഞ്ഞാൽ തവിട് പോകാതെ ഇരിക്കും എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. തവിട് മനസ്സിലായില്ലേ? അതിന് അരിയുടെ പുറത്തിരിക്കുന്ന തവിട്ട് കളറിലുള്ള ഒരു ഇതാണ് തവിട് എന്ന് പറയുന്നത്. അത് അങ്ങനെ ഇരിക്കുന്ന അരിക്കാണ് കൂടുതൽ ശക്തിയുള്ളത്. കാരണം അതിന് പ്രോട്ടീനാണത്. അപ്പോൾ തവിട് കളയാത്ത അരിയാണ് പച്ചരി. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഭഗവതിക്ക് നേദിക്കുക എന്നുള്ളതാണ്. ഭഗവതിക്ക് എന്ന് പറഞ്ഞാൽ മാനസികമായ സങ്കല്പത്തിൽ ഒരു ദേവിയെ സങ്കല്പിച്ച് ഉപാസിച്ച് വെച്ചിരിക്കുന്ന ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു സമർപ്പണമാണ് ഇന്ന് ഇവിടെ ആറ്റുകാലിൽ കാണുന്ന പൊങ്കാലയുടെ രഹസ്യത. അന്ന് അവിടെ ദേവിക്ക് സമർപ്പിക്കുമ്പോൾ ഇവർക്ക് സംതൃപ്തി ഉണ്ടാകും. ദേവിക്ക് സമർപ്പിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഈ മൺകലം തന്നെ വേണം എന്ന് പറയുന്നു. മൺകലത്തിനകത്ത് വെള്ളം തിളപ്പിക്കുമ്പോൾ ആ സൂര്യപ്രകാശം, സൂര്യൻ്റെ കിരണങ്ങൾ ഇതിനകത്ത് പതിക്കുന്നു. ഏതല്ലേ വെളിയിൽ പൊങ്കാല ഇടുന്നു. അപ്പോൾ ഇതിനകത്ത് പതിക്കുമ്പോൾ ആ കിരണങ്ങൾ ഇത് പതിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സൂര്യസ്ഫുടം ഉണ്ടാവും. സൂര്യസ്ഫുടമാണ്. അതിൻ്റെ കിരണങ്ങൾ വന്ന് ഇതിലടിക്കുമ്പോൾ സൂര്യസ്ഫുടം ഓട്ടോമാറ്റിക്കാണ് ഉണ്ടാകുന്നത്. അതിനകത്ത് പ്രത്യേകമായൊരു ദിവ്യ ചൈതന്യം ഈ നമ്മൾ ഉണ്ടാക്കുന്ന നിവേദ്യത്തിന് കിട്ടുന്നു. മനസ്സിലായി? നാവിന് രുചിയും ശരീരത്തിനുള്ള എനർജിയും പ്രത്യേകമാണ്. അത് അനുഭവിച്ചറിയാനുള്ളതാണ്. കേട്ടറിയുക, കണ്ടറിയുക, അടുത്തറിയുക, അനുഭവിച്ചറിയുക. 4 തരം അറിവുകളാണ്. ഇത് അനുഭവിച്ചറിയാനുള്ള സംഭവമാണ്. മനസ്സിലായി? ഈ പൊങ്കാല ഇടാൻ വരുന്നവർക്കെല്ലാം അന്നദാനം കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാം സാർ. അന്നദാനം കൊടുക്കുന്ന അതിപ്പോഴും ഒരുപാട് സംഘടന. പൊങ്കാല ഇടാൻ വരുമ്പോൾ ദേവിക്ക് സമർപ്പിക്കാനാണല്ലോ പൊങ്കാല ഇടുന്നത്. അപ്പോൾ ദേവിക്ക് സമർപ്പിക്കുന്നിടത്ത് നിന്ന് സമർപ്പിച്ചതിന് ശേഷമല്ലേ അതിൽ നിന്ന് പ്രസാദം കഴിക്കാൻ പറ്റും. അപ്പോൾ അവർ അതുവരെ ഇരുന്ന് വൈകുന്നേരം വരെ 3 മണി വരെ ഇരുന്ന് ഇത്രയും ചെയ്തു വരുമ്പോൾ അവർ തളരില്ല. അപ്പോൾ അതിന് പല സംഘടനകളും ഇപ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം ഒരുപാട് സംഘടനകൾ വന്ന് ആഹാരം നല്ല രീതിയിൽ ചെയ്ത് അവർക്ക് എല്ലാവർക്കും സംഭാവനയായിട്ട് കൊടുക്കുന്നുണ്ട്. കാശിനല്ല, വെറുതെ ആളുകൾക്ക് അന്നം കൊടുക്കുന്നു. അത് കുറെ സന്നദ്ധ സംഘടനകൾ ഈ പ്രദേശങ്ങളിൽ മുഴുവനുണ്ട്, ഓരോ ഏരിയയിലുണ്ട്. അതിങ്ങനെ സന്നദ്ധ സംഘടനകളിൽ തന്നെ ചെയ്യുന്ന വലിയ പുണ്യമല്ലേ. അവര് എത്രയോ സന്നദ്ധ സംഘടനകൾ ഈ തിരുവനന്തപുരം സിറ്റിക്കകത്തുണ്ടെന്ന് അറിയാമോ? അറിയാൻ പറ്റൂലാത്ത അത്രയ്ക്കുണ്ട്. അപ്പൊ അവരെല്ലാം കൂടെ ഇതെത്രയും എടുത്ത് എല്ലാം ഫ്രീ അല്ലേ. അതിന് അവർക്ക് കൊടുക്കുന്നു. അത് മാത്രമല്ല ഈ ചൂടില് അവർക്ക് ദാഹജലം കൊടുക്കുന്നു. ഏറ്റവും ടോപ്പ് അതാണ്. ആഹാരം കൊടുക്കുന്നു. പിന്നെ വിശപ്പിനാണ് ആഹാരം, ദാഹത്തിനാണ് ജലം. മനസ്സിലായില്ലേ? അപ്പൊ വിശപ്പും ഉണ്ടാവുന്നുണ്ട്. ഈ വെയിൽ കൊണ്ടുമ്പോൾ ദാഹവും ഉണ്ടാവും. അപ്പൊ ദാഹം ഉണ്ടാകുന്നതിന് ജലവും ആവശ്യമാണ്. അപ്പൊ അതെല്ലാം ഇവിടെ തിരുവനന്തപുരത്തെ കോർപ്പറേഷനും മറ്റേ സന്നദ്ധ സംഘടനകളും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് സാമൂഹ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു പ്രത്യേകമായ സമൂഹത്തിനുമായിട്ടുള്ളൊരു ബന്ധം കൂടുന്നുണ്ട്. മനസ്സിലായി? സാമൂഹ്യ അവബോധം കൂടി കിട്ടുന്നുണ്ട്. അങ്ങനെ സാമൂഹ്യ അവബോധം ഇല്ലാതിരിക്കുന്ന വ്യക്തികൾക്കും
സാമൂഹിക അവബോധത്തിന്റെ ഒരു പ്രചോദനവും കൂടെയാണ് ഈ സാമൂഹികമായിട്ടുള്ള ഇപ്പോഴത്തെ പൊങ്കാല. ഇപ്പോഴത്തെ അല്ല, എക്കാലത്തെയും പൊങ്കാല അങ്ങനെ. അത് മാത്രമല്ല, ഇവിടെ മാത്രമല്ല, നമ്മുടെ മണ്ടക്കാട് വന്നാലും കാണാം. മണ്ടക്കാട്ട് ദേവിയുടെ വേലത്തമ്പീടാണത്. മണ്ടക്കാട്ട് ദേവിയുടേതും അവിടെ വരുന്ന ജനങ്ങൾക്കും എല്ലാം അവിടെ പിന്നെ ഒരു ദേവിക്ക് കെട്ട് കെട്ടിക്കൊണ്ടാ വരുന്നത്. കൊല്ലം മുതലായ സ്ഥലങ്ങളിൽ നിന്ന് കെട്ടി ഇരുമുടി കെട്ടുമായിട്ടാണ് അവിടെ വരുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, മറ്റേ കൊന്നക്കാട്ട് കുടുംബക്കാരുടെ വകയാണ് ആ അമ്പലം, മണ്ടക്കാട്. അത് കുടുംബക്കാരുടെ വകയെന്ന് വെച്ചാൽ വേലുത്തമ്പിയുടെ കണക്ഷനായിട്ട് വരും. അതൊക്കെ അന്നത്തെ കാലത്ത് ഭയങ്കരമായി ചിട്ടയോടുകൂടി ഇരുന്നതാണ്. പിന്നെ അവിടെ എന്താണ്, മണ്ടക്കാട് കടൽ തീരത്ത് ആയതുകൊണ്ട് അവിടെ മത്സ്യം ഒരു ആഹാര പദാർത്ഥം, മത്സ്യവും കൂടെ വെക്കാറുണ്ട്. ദേവിക്ക് പൊങ്കാലയിടും, മത്സ്യം കൂടെ അവര് വെക്കാറുണ്ട്. ഗീനസ് റെക്കോർഡിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതെ, ആറ്റുകാലമ്മ ആദ്യത്തെ പ്രസിഡന്റ് ഇരുന്നപ്പോഴാണ് ഇതൊക്കെ ചെയ്തത്. ആറ്റുകാലമ്മയുടെ മുഴുവൻ കാസറ്റ് എന്ന് പറയുന്നത് 10 പാട്ടുകൾ ചേർന്നിട്ടുള്ള ആറ്റുകാലമ്മ. അത് ആദ്യമായിട്ട് ചെയ്തപ്പോൾ ആദ്യം എല്ലാവരും 1-2 പാട്ടേ അന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് മരിച്ചുപോയി എൻ്റെ ഒരു സുഹൃത്താണ് അഷ്റഫും ശങ്കർ. അപ്പോൾ അവർ ആണ് ഇതിൻ്റെയൊക്കെ പ്രൊഡ്യൂസർമാരായിട്ട് വന്നത്. അങ്ങനെ അഷ്റഫ് വന്നിട്ട് അഡ്വക്കേറ്റാണ്, എൻ്റെ ഉത്തമ സുഹൃത്താണ്. അത് സെബാസ്റ്റ്യൻ പോളിൻ്റെ അളിയനാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഇതെല്ലാം വന്ന് ചെയ്തപ്പോൾ ആറ്റുകാലമ്മ അപ്പോൾ അദ്ദേഹം തന്നെ അവിടെ വന്നു, ട്രസ്റ്റിൻ്റെ ആൾ വന്നു. ഗോകർണ പോയിട്ട് അദ്ദേഹം എൻ്റെ ഗുരുവാണ്, അദ്ദേഹത്തിന് ഞാൻ വിളിച്ചുകൊണ്ട് വന്നു. അവിടെ വെച്ച് പെരുമ്പാവൂർ രവീന്ദ്രനാഥുണ്ട്, മകളുണ്ട്, അമ്മാവിയുണ്ട്, അവരുടെ കുടുംബക്കാരുണ്ട്, ഞങ്ങൾ കുറേ പേരുണ്ട്, ഞാൻ. അങ്ങനെ അവിടെ വന്ന് ദേവിയുടെ സന്നിധി വെച്ച് തന്നെ നമുക്ക് അത് പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞു. ഗോകർണ വാസുദേവൻ പോറ്റിയാണ് അത് കർമ്മം നിർവഹിച്ചത്. അന്ന് അദ്ദേഹത്തിൻ്റെ പൂജയും അദ്ദേഹത്തിൻ്റെ ചൈതന്യ ശക്തിയും ഞാൻ അന്ന് അവിടെ വെച്ച് കണ്ടു. ദേവിയുടെ മുമ്പ്, ദേവിയുടെ പടിക്കെട്ടിൻ്റെ താഴെ വെച്ചാണ് അദ്ദേഹം പൂജയൊക്കെ ചെയ്തിട്ട് അദ്ദേഹം ഇതിന് രവീന്ദ്രൻ നായർ എന്ന് പറഞ്ഞ അന്നത്തെ പ്രസിഡന്റായിരുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. പക്ഷെ അത് ഒരു വല്ലാത്ത ഒരു ഫുൾ കാസറ്റ് ഇല്ലേ, അന്ന് കാസറ്റാണ്, ഫുള്ളായിട്ടുള്ള ഒരു പാട്ട് ആരും ചെയ്തിട്ടില്ല. 1-2 പാട്ടുകളെ ആറ്റുകാലമ്മയ്ക്ക് കേൾക്കാൻ പറ്റും. അപ്പം ഫുള്ള് ചെയ്തപ്പോൾ അതിനൊരു പ്രത്യേകത വന്നു. അത് ഈശ്വര കാരുണ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അത് നമ്മുടെ കഴിവെന്ന് ഞാൻ പറയുന്നത്. നമ്മൾ വിജ്ഞാനം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. വിജ്ഞാനം വരുമ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ദേവിയെ ഉപാസിച്ച് വരുമ്പോൾ ദേവിയുടെ രൂപത്തിൽ ദേവിയുടെ ചൈതന്യ ശക്തിയെ ക്രിയേഷനിൽ കൂടെ കൊണ്ടുവരാൻ കഴിയുന്നതാണ് നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ 10 പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്, അതിൽ ഒരെണ്ണം മാറ്റാൻ പറ്റില്ല. മിൻമിനി പാടിയ പാട്ടുകൾ 2 അല്ലേ ഉള്ളൂ. തെയ്തേ പൊങ്കാല അവസാനം. അത് എന്തെന്ന് വെച്ചാൽ ഞാൻ മമ്പായത്തായിരുന്നു അപ്പോൾ താമസം. അപ്പോൾ ഈ ഇലവും പഞ്ഞിയുണ്ടല്ലോ, ഇലവും പഞ്ഞിയിൽ 2 തലയണ ഉണ്ടാക്കി ഞാനിങ്ങനെ ചരിച്ചു വെച്ചാൽ കിടക്കുന്നു. അപ്പോൾ രാത്രി ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് എനിക്ക് വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ചിമ്മിണി ലൈറ്റിങ് മണ്ണെണ്ണ വിളക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അല്ല ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പം അമ്മ അപ്പുറത്തെ റൂമിൽ കിടക്കുക. അമ്മ പതുക്കെ വന്ന്, അമ്മയ്ക്ക് എന്താ വെച്ചാൽ പേടി പോയി. എന്നുവെച്ചാൽ ഈ കയ്യാമറ്റ തട്ടി പഞ്ഞിയില്ലേ 2 തലയണ 2 വെച്ച് കിടന്നുള്ളൂ. അപ്പൊ അത് തട്ടി വീഴുമ്പോൾ എന്നുള്ള പേടിച്ചാണ് അമ്മ ഇവിടെ വന്നത്. അമ്മ ഇവിടെ നിന്ന്, മക്കളെ നീ ഉറങ്ങിയാണ് എന്ന് ചെയ്ത് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അമ്മയുടെ മുഖം ഇങ്ങനെ, അമ്മയുടെ ഇങ്ങനെ നോക്കുമ്പോൾ മുഖം ഇങ്ങനെ കാണും, ഒരു രൂപമാറ്റിയിലേ കാണും. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് അതില് ഒരു ലൈൻ എഴുതാനുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ പേര് ശാരദ എന്നാണ്. അപ്പൊ ഞാൻ ദേവിയുടെ സംയോജിപ്പിച്ചുകൊണ്ട് ശാരദേന്ദു വർത്തൃനി എന്ന് പറഞ്ഞ അതിൽ പ്രയോഗമുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അമ്മയെ ഞാൻ കണ്ട ദേവിയായിട്ടാണ് എന്നുള്ള രീതി മനസ്സിലായില്ലേ? അങ്ങനെ അതിൽ വെച്ചിട്ടുണ്ട്. അത് ഒരു സ്തുതിഗീതമാണ്, പ്രകീർത്തിക്കുന്ന ഒരു ഗീതം അതിനകത്തുണ്ട്. ദേവിയെ ഉപാസിക്കുകയാണെങ്കിൽ അത് നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറാതിരിക്കില്ല. കാരണം ദൈവിക ചൈതന്യം, ദേവചൈതന്യം എങ്ങനെ വരണമെന്ന് അറിയാമോ? ദേവചൈതന്യം മനുഷ്യ ചൈതന്യം പോലെ ആത്മാവും ജീവനും ചേർന്നാണ് നമ്മൾ ഇരിക്കുന്നത്.
മറ്റത് അങ്ങനെയല്ല, ആത്മാവ് സ്വരൂപം മാത്രം നമ്മളെ തേടി വരും. കാരണം അങ്ങനെയുള്ള അതാണ് ചില സൂക്ഷ്മജീവിയായിട്ട് അവർ വരും. സ്ഥൂലമാണ് നമ്മൾ ജീവനും ആത്മാവും കൂടി ചേർന്നിരിക്കുന്നതുകൊണ്ട് സ്ഥൂലമാണ്. പക്ഷെ അവരങ്ങനെയല്ല, ഈ ജീവനില്ലാതെ ആത്മാവ് മാത്രമായിട്ട് അവർ വരും. സൂക്ഷ്മജീവിയാണ്. അവർ വരുന്നുണ്ട്. അവരിപ്പോ പത്മനാഭനെ പൂജിക്കാനെ കൊണ്ട് മറ്റേ അഗസ്ത്യാർ കൂടത്തിൽ നിന്ന് അഗസ്ത്യൻ വരുന്നുണ്ട്. കാരണം ത്രിയാമത്തിന്റെ അവസാനമാണ് അവർ വരുന്നത്. ത്രിയാമത്തിന്റെ 3 യാമം കഴിഞ്ഞ അവസാനത്തിൽ അവർ ഇവിടെ പൂജിക്കാൻ വരും. തിരുവനന്തപുരത്തെ ആദിശോ ഭഗവാനെ പൂജിക്കാൻ വരുന്നത് മഹേന്ദ്രഗിരിയിൽ നിന്ന് പരശുരാമൻ വരും. പരശുരാമ പ്രതിഷ്ഠയാണത്. പരശുരാമൻ വരും. ആ സമയത്തേ വരുള്ളൂ. ഈ സമയം ഇതൊക്കെ 3 ഒരേ ടൈമാണ്. ആദികേശവനും പത്മനാഭനും. അത് കഴിഞ്ഞാൽ ആരെ വരും? ഇന്ദ്രൻ വരുന്നുണ്ട്. എവിടെ? ശുചീന്ദ്രത്ത്. അത് ഈ ടൈമാണ്. ഈ ത്രിയാമത്തിലാണ് വരുന്നത്. അവർ പൂജിക്കും അവിടെ വന്നു. പുതിയ അറിവാണ്. അവിടെ പൂജിക്കുന്നുള്ള ഉറപ്പാണ്. കാരണം അവര് പൂജാത്തട്ടത്തിലെല്ലാം വച്ചിട്ട് പൂട്ടിയിട്ടാണ് അവര് പോണത്. ഏത്? ശുചീന്ദ്രത്ത്. ആർക്ക്? ഇന്ദ്രന് പൂജിക്കാന്. പോയിട്ട് പൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കാലത്ത് പോകുമ്പോ അർച്ചനായിട്ട് കിടക്കുന്ന കാണാം. പിന്നെ അതൊക്കെ ചൈതന്യം, ഈ ഈശ്വര ചൈതന്യം. ദൈവാധീനം ജഗത് സർവം മന്ത്രാധീനം തു ദൈവതം തന്മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണോ മമ ദേവത. അങ്ങനെയാണ് ബ്രാഹ്മിൺസിന് നമ്മൾ ദേവന്മാരായിട്ട് ഭൂസുരന്മാരായിട്ട് കൽപ്പിക്കാൻ കാരണം അത് തന്നെയാണ്. മനസ്സിലായി? സുരേഷ് ഗോപി പറഞ്ഞില്ലേ, എനിക്കൊരു അടുത്ത പ്രാവശ്യം ബ്രാഹ്മണനായിട്ട് ജനിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഇതാണ്. കാരണം ഇതിന്റെ സംഭവം ഇതാണ്. മനസ്സിലായി? ഇപ്പൊ സുരേഷ് ഗോപി ഇപ്പൊ എന്റെ പാട്ടുകൾ പാടിയ ആളാണ്. അയ്യപ്പന്റെ പാട്ടുകൾ. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ഭാര്യ ഇപ്പൊ ആൽബം ഇറക്കുന്നുണ്ട് ആറ്റുകാലമ്മയെ കുറിച്ച്. ആയിരിക്കും. അവരും എന്റെ പാട്ടുകൾ പാടിയിട്ടുള്ള കക്ഷികൾ.